എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് പുതിയതായി നമ്മളുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ ഈ ഒരു വെക്കേഷൻ ടൈം ഒക്കെ കുട്ടികൾക്കാണെങ്കിലും നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. വളരെ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. അപ്പൊ അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പൊ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന MS വേർഡിന്റെ കുറച്ച് ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലെറ്റർ കേസ് ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യത്തിനെ നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് സ്മോൾ ലെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം ക്യാപിറ്റൽ ആക്കി ബാക്കി നമുക്ക് സ്മോൾ ലെറ്റർ ആക്കാനായിട്ട് പറ്റും. ഇതൊക്കെ വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു ടിപ്സിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞ പോലെ പഠിക്കാൻ പോകുന്നത് ചേഞ്ച് ലെറ്റർ കേസ് ആണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ അതിനകത്തെ എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ ലെറ്റർ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ അതിനെ എല്ലാം സ്മോൾ ലെറ്റർ ആക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് അതിലെ ഓരോ സെന്റൻസിന്റെയും ഫസ്റ്റ് ലെറ്റർ മാത്രം, അല്ലെങ്കിൽ ഫസ്റ്റ് വേർഡിന്റെ ആദ്യത്തെ ലെറ്റർ മാത്രം നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ആക്കാനും പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അറിയാത്തവരൊക്കെ വിചാരിക്കും എന്തോ വലിയ കാര്യമാണ്, നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നുമില്ല, എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്തത് വേണം. ഇപ്പം നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പറയാൻ നമ്മൾ അങ്ങനെ പോലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ MS വേർഡ് തന്നെ തരും. അപ്പൊ നമ്മൾ അങ്ങനെയും ബുദ്ധിമുട്ടണ്ട. നമ്മൾ തുടക്കക്കാർക്ക് പഠിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ MS വേർഡ് തന്നെ തരും. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മുടെ പഴയ ക്ലാസ് കാണുന്നവർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് അറിയാം. അപ്പൊ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനി ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവര് കൂടെ ഒന്ന് ഓർക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് ടൈപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ ഈക്വൽ സൈൻ ടൈപ്പ് ചെയ്യണം. കീബോർഡിൽ കാണുന്ന ഈക്വൽ സൈൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇനി അതിന്റെ കൂടെ തന്നെ റാൻഡം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് റാൻഡ്, RAND എന്ന സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ഇനിയിപ്പോ വേണ്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ആണ്. അപ്പൊ ഈ ബ്രാക്കറ്റ് ഓപ്പൺ എന്ന് പറയുന്നത് 9 എന്ന് പറയുന്ന കീയിലാണുള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് 9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് വരത്തില്ല. അപ്പൊ ബ്രാക്കറ്റ് വരണമെങ്കിൽ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് കീയും അടുത്ത ഫിംഗർ കൊണ്ട് ഈ ഒരു സ്പെഷ്യൽ സിമ്പൽ ബ്രാക്കറ്റ് ഓപ്പൺ ഇരിക്കുന്ന 9 എന്ന് പറയുന്ന കീയും പ്രസ് ചെയ്യണം. അപ്പൊ ഒരേ സമയം തന്നെ ഷിഫ്റ്റിലും, അതായത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് 9ലും പ്രസ് ചെയ്ത് പിടിക്കണം. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ വന്നു. ഇനി ഇതുപോലെ തന്നെയാണ് ബ്രാക്കറ്റ് ക്ലോസും വേണം. ബ്രാക്കറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ 0യിലാണ്. നമ്മൾ ജസ്റ്റ് 0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരത്തില്ല, പകരം 0 ആണ് വരുന്നത്. അപ്പൊ ക്ലോസിംഗ് ബ്രാക്കറ്റ് വരാൻ സെയിം പ്രൊസീജിയർ ആണ്. ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്ന 0 എന്ന കീയും പ്രസ് ചെയ്യണം. അപ്പൊ നമുക്ക് ക്ലോസിംഗ് ബ്രാക്കറ്റും വന്നു. അപ്പൊ ഏതൊരു സ്പെഷ്യൽ സിമ്പല് വരണമെങ്കിലും നമ്മൾ ആ സിമ്പലിന്റെ കൂടെ ഷിഫ്റ്റ് കീയും പ്രസ് ചെയ്യണം. അതായത് കീബോർഡ് നോക്കുവാണെങ്കിൽ 1 2 3 4 അങ്ങനെ 0 വരെ കൊടുത്തിരിക്കുന്നതിൽ കുറെ സ്പെഷ്യൽ സിമ്പിൾസ് ഉണ്ട്. അതുപോലെ മൈനസും പ്ലസും ബ്രാക്കറ്റും സ്റ്റാറും ആൻഡും പെർസെന്റേജും ഹാഷും ഡോളറും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വരണമെങ്കിലും ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല. അപ്പൊ അതിനു മുന്നേ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് ആ ഒരു സ്പെഷ്യൽ സിമ്പലിലും പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പ്രസ് ചെയ്തിരിക്കുന്നത് ഈക്വൽ, റാൻഡ്, ബ്രാക്കറ്റ് ഓപ്പൺ, ബ്രാക്കറ്റ് ക്ലോസ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊന്നും സ്പേസിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം ഈക്വൽ സൈൻ, അതിനുശേഷം റാൻഡം എന്നുള്ളതിന്റെ റാൻഡ്, ഷിഫ്റ്റ് 9, ഷിഫ്റ്റ് 0. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം കമാൻഡ് പൂർത്തീകരിച്ചു. ഇനിയിപ്പം ആ ഒരു കമാൻഡ് പ്രോസസിംഗ് നടക്കണമെങ്കിൽ കീബോർഡിലെ എന്റർ കീ പ്രസ് ചെയ്യണം. അപ്പൊ എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം കുറെ കാര്യങ്ങൾ കണ്ടോ, ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ ടൈപ്പ് ചെയ്തൊന്നും ബുദ്ധിമുട്ടണ്ട. അപ്പൊ അതിന് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യം വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ഒരു 5 ലൈൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ലെറ്റർ കേസ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ കാണുന്നത് ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആണ്, ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ ആണ് അല്ലെ. നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ സെന്റൻസും സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ മൊത്തത്തിൽ തന്നെ ഒറ്റയടിക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. ഇപ്പൊ സപ്പോസ് നമ്മളൊരു ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഇത് മൊത്തം ക്യാപിറ്റൽ ലെറ്ററിൽ വേണമായിരുന്നു. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അതൊന്നും ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. വളരെ എളുപ്പം തന്നെ നമുക്കിതിനെ ഈ ഒരു ചെറിയ ടിപ്സിലൂടെ മാറ്റാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ഒറ്റയടിക്ക് ഇതിനെ ക്യാപിറ്റൽ ആക്കുന്നത് എന്ന് വെച്ചാല് അതിന് യൂസ് ചെയ്യുന്ന കീ എന്ന് പറഞ്ഞാല് കീബോർഡില് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. ഷിഫ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കീബോർഡില് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്. ആ കീയുടെ ഒപ്പം തന്നെ നമ്മൾ F3 എന്ന് പറയുന്ന കീയും ഉപയോഗിക്കുക. അതായത് ഷിഫ്റ്റ് കീയും F3യും ഒരുപോലെ ഒരേ സമയം പ്രസ് ചെയ്യണം. ഈ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് F3 എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം ഈ 2 കീയും പ്രസ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ അത് ചേഞ്ച് ആകത്തുള്ളൂ. അപ്പൊ നേരെ ഡയറക്റ്റ് ഞാൻ പോയി ഷിഫ്റ്റും F3യും പ്രസ് ചെയ്തു, പക്ഷെ ഒന്നും മാറിയില്ല. കാരണം എന്താണ്? നമ്മൾ ഷിഫ്റ്റും F3യും പ്രസ് ചെയ്ത് കഴിഞ്ഞാല് സിസ്റ്റത്തിന് അറിയാം അപ്പർ കേസ് ആണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ് ആക്കേണ്ടത്, പക്ഷെ ഏതിനാണ് ആക്കേണ്ടത് എന്ന് അറിയത്തില്ല. അപ്പൊ ഏതിനാണ് ആക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ ഇത്രയും ലൈൻസിനാണ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കേണ്ടതെങ്കിൽ അപ്പൊ ഇത്രയും ലൈൻസ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഞാൻ സെലക്ട് ചെയ്ത ഇത്രയും ലൈൻസിനെ ആണ് എനിക്ക് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റേണ്ടത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് ഷിഫ്റ്റും F3യും പ്രസ് ചെയ്ത് കഴിഞ്ഞാല് സിസ്റ്റത്തിന് അറിയത്തില്ല. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയും ലൈൻസ് ആദ്യം സെലക്ട് ചെയ്യണം. അപ്പൊ ഇത്രയും ലൈൻസിനെയാണ് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റേണ്ടത്. അപ്പൊ അതിന് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് കാണുന്നവർക്കൊക്കെ അറിയാം എങ്ങനെയാണ്. പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. പഴയതായിട്ട് കാണുന്നവരും കേട്ടോ, കാരണം നമ്മൾ എത്രത്തോളം കേൾക്കുന്നു അത്രത്തോളം നമ്മളുടെ മൈൻഡിൽ അത് പതിഞ്ഞു കിടന്നോളും, നമ്മളത് മറക്കത്തില്ല. പിന്നെ നമുക്കത് ഭയങ്കരമായിട്ട് സിമ്പിൾ ആയിട്ട് തോന്നും. അപ്പൊ ഇത്രയും ലൈൻസിനെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ മൗസ് പോയിന്റർ, അതായത് മൗസ് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് ഈ വീഡിയോ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വേർഡ്. അപ്പൊ വിയുടെ വിയുടെ തൊട്ടിപ്പുറത്തോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാല് കർസർ അവിടെ വരണം. കർസർ എന്ന് പറഞ്ഞാൽ മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആളാണ് ഈ കർസർ. അപ്പൊ ഇതാണ് ഈ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ, അതായത് ഒരു ലൈൻ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നത് കാണാം, അതാണ് കർസർ. അപ്പൊ അത് കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇപ്പൊ മൗസ് ഇരിക്കുന്നത് ഇവിടാണ്. ഈ വീഡിയോ എന്ന് പറയുന്നതിന്റെ തൊട്ടിപ്പുറത്താണ് മൗസ് ഇരിക്കുന്നത്. ഇനിയിപ്പോ സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസ് അവിടെ തന്നെ വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ മൗസ് മുന്നോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് എന്ന് പറയും. അതായത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൗസ് ഡ്രാഗ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ മൗസ് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ താഴോട്ട്, അതായത് നമുക്ക് എത്ര ലൈൻസ് ആണ് സെലക്ട് ചെയ്യുന്നത് അവിടെ വരെ ഇങ്ങനെ മൗസ് മൂവ് ചെയ്തുകൊണ്ട് വരിക. അപ്പൊ മൊത്തം ലൈനും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. നമ്മൾ കൈയെടുത്തു കഴിഞ്ഞാല് ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല, അത് അങ്ങനെ അവിടെ തന്നെ സെലക്ട് ആയി കാണും. അപ്പൊ സെലക്ട് ആയി അതിനൊരു വ്യത്യസ്ത കളർ കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഇതിന് ഏകദേശം ഒരു വൈറ്റും ആഷ് കളറും ആണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് കാണാൻ പറ്റത്തില്ല. ചിലരുടെ സിസ്റ്റത്തിൽ ബ്ലൂ കളറൊക്കെ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാകും അത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞത് ഈ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഈ ഒരു എൻഡ് ചെയ്യുന്ന പോർഷനിൽ വെച്ചും ചെയ്യാം. അപ്പൊ ഡോക്യുമെന്റ്സ് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് അവിടെയാണ് അവസാനിക്കുന്നത്. അപ്പൊ ഈ അവസാനിക്കുന്ന ഭാഗത്ത് മൗസ് വെച്ചു, അതായത് ഈ ഡോട്ടിന്റെ തൊട്ടിപ്പുറത്തോട്ട് മൗസ് വെച്ചു.
ഇനി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കർസർ ഇങ്ങനെ കാണാം. ഇനി നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ, കാരണം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ലൈൻസ് മുകളിലോട്ടാണ് കിടക്കുന്നത്. അപ്പൊ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ, ദെൻ മൗസ് ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ലൈൻസ് മൊത്തം സെലക്ട് ചെയ്യുക. മൊത്തം സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. കൈയെടുത്ത് കഴിയുമ്പോൾ ആ സെലക്ഷൻ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് പോത്തൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നോ അല്ലാതെ എൻഡിങ് പോയിന്റിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അത് മറ്റൊരാൾ പറഞ്ഞിരുന്ന പോലെ ഇപ്പൊ ഫസ്റ്റിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണം, അല്ല ലാസ്റ്റിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണം എന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഒന്നെങ്കിൽ ഫസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ലാസ്റ്റിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് എളുപ്പമെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി. ലാസ്റ്റിൽ നിന്ന് ചെയ്യുന്നതാണ് എളുപ്പമെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി. ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആകണ്ട. പ്രയാസമുള്ളവർക്ക്, അല്ലാത്തവർ രണ്ടും പഠിച്ചോ, കുഴപ്പമില്ല. അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്യാപിറ്റൽ ലെറ്റർ ആക്കാനുള്ള ആ ഒരു ഷോർട്ട് കട്ട്, അതായത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കണം, അടുത്ത ഫിംഗർ കൊണ്ട് F3. ഇപ്പൊ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത അത്രയും ലൈൻസും വിത്തിൻ സെക്കൻഡ്സ് തന്നെ മൊത്തം ക്യാപിറ്റൽ ലെറ്ററിലോട്ട് കൺവേർട്ട് ആയി. അപ്പൊ ഇങ്ങനെയാണ് എത്ര വലിയ ഡോക്യുമെന്റ് ആണെങ്കിലും നമുക്ക് സെക്കൻഡ്സിനുള്ളിൽ അതിനെ ഫുള്ള് നമുക്ക് ക്യാപിറ്റലിലോട്ട് മാറ്റാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളുടെ ഇങ്ങനെയാണ് ഡോക്യുമെന്റ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റണം. അപ്പൊ ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റാനുള്ള ആ ഒരു കീ എന്ന് പറഞ്ഞാല് ഷിഫ്റ്റും F3. അതായത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് F3. അപ്പൊ നമ്മൾ ജസ്റ്റ് നേരെ പോയി ഷിഫ്റ്റ് F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാല് മാറത്തില്ല. കാരണം സിസ്റ്റം എന്ന് പറഞ്ഞാല് മെഷീനാണ്. എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അല്ലാതെ അതിനെ സ്വയമേ ചെയ്യാനുള്ള ഒരു കഴിവില്ല. അപ്പം ഡയറക്റ്റ് നമ്മൾ പോയിട്ട് അങ്ങ് ഷിഫ്റ്റും F3യും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു 5 ലൈൻസിനെയാണ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ടാണ്. അപ്പൊ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യണം മൗസ്. അപ്പം നമുക്ക് ഈ ഒരു ലൈൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കർസർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാണാം. ഇനി ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക. ഫസ്റ്റ് ലൈൻ സെലക്ട് ആയി കഴിയുമ്പോൾ താഴത്തെ ലൈനിൽ വെക്കുക. അടുത്ത ലൈന് ഇങ്ങനെ മൗസ് താഴോട്ട് നീക്കുന്ന അനുസരിച്ച് ലൈൻസ് എല്ലാം സെലക്ട് ആവും. അപ്പൊ എല്ലാ ലൈനും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്ന് കൈയെടുക്കുക. നമ്മൾ കൈയെടുത്താലൊന്നും ആ സെലക്ഷൻ പോകത്തില്ല. അപ്പൊ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആക്കാനുള്ള ആ ഒരു കീ. ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കുക, അടുത്ത ഫിംഗർ കൊണ്ട് F3. അല്ല, നമ്മൾ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല. അറ്റ് ദ സെയിം ടൈം ഒരേ സമയത്ത് ഈ 2 കീയും പ്രസ് ആകണം. അപ്പൊ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ്, അടുത്ത ഫിംഗർ കൊണ്ട് F3. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ സെലക്ട് ചെയ്ത അത്രയും ലൈൻസ് ഒറ്റയടിക്ക് ക്യാപിറ്റലിലോട്ട് മാറി. ഇനിയിപ്പോ നമുക്ക് ക്യാപിറ്റൽ ആക്കി കഴിഞ്ഞപ്പോ നമുക്ക് തോന്നി ഇതിനെ എല്ലാം സ്മോൾ ലെറ്ററിലോട്ട് മാറ്റണം. അപ്പൊ അങ്ങനെ സ്മോൾ ലെറ്ററിലോട്ട് മാറ്റണമെങ്കിൽ അതിന് ചെയ്യേണ്ടത് സെയിം സ്റ്റെപ്പ് തന്നെയാണ്. സെലക്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഓൾറെഡി സെലക്ട് ആയാണ് ഇരിക്കുന്നത്. സെലക്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലിക്ക് ചെയ്യണം, ഡ്രാഗ് ചെയ്യണം. അപ്പൊ ഇത് സെലക്ട് ആയി. ഇനി സെയിം സ്റ്റെപ്പാണ് ഷിഫ്റ്റ് F3. അപ്പൊ ഇത്രയും ചെയ്തപ്പോ എന്തായി? നമ്മൾ സെലക്ട് ചെയ്ത കാര്യങ്ങൾ മൊത്തം സ്മോൾ ലെറ്ററിൽ വന്നു. ഫുള്ള് ക്യാപിറ്റൽ ആയിരുന്നു. ആ ക്യാപിറ്റലിനെ ഫുള്ള് മാറ്റി സ്മോൾ ലെറ്റർ ആക്കാൻ സെയിം സ്റ്റെപ്പാണ് ഷിഫ്റ്റ് F3. ഇനിയിപ്പോ ഇത് കഴിഞ്ഞപ്പോ നമുക്ക് തോന്നി എല്ലാ സെന്റൻസിന്റെയും ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലും മതി. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഷിഫ്റ്റും F3യും പ്രസ് ചെയ്യുക. അപ്പൊ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എല്ലാ സെന്റൻസും സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്. അപ്പം ഇതാണ് നമുക്ക് ഒറ്റയടിക്ക് ക്യാപിറ്റൽ ആക്കാനും സ്മോൾ ലെറ്റർ ആക്കാനും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാനും ഉള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം.
ഫുള്ള് ക്യാപിറ്റൽ ആക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക ഷിഫ്റ്റും F3. സ്മോൾ ലെറ്റർ ആക്കണമെങ്കിലും സെലക്ട് ചെയ്യുക ഷിഫ്റ്റ് F3. ഇനി ഫസ്റ്റ് ലെറ്റർ ആക്കണമെങ്കിൽ ഷിഫ്റ്റ് F3. അപ്പൊ നമ്മൾ ആദ്യം ഷിഫ്റ്റ് F3 ചെയ്ത് നോക്കുക. ക്യാപിറ്റൽ ആണ് വന്നതെങ്കിൽ അതിനെ വീണ്ടും ഷിഫ്റ്റ് F3 പ്രസ് ചെയ്ത് സ്മോൾ ആക്കുക. അഗൈൻ ഷിഫ്റ്റ് F3 പ്രസ് ചെയ്തിട്ട് ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആക്കുക. അപ്പൊ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ആവശ്യം ഏതാണോ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാരും ക്ലാസ് കാണണം. ഇപ്പൊ വെക്കേഷൻ ടൈംസ് ഒക്കെയാണ്, ഒരുപാട് ടീച്ചേഴ്സിനും ഒക്കെ ക്ലാസ് കേട്ട് പഠിക്കാൻ നല്ലൊരു അവസരമാണ്. അപ്പം സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ, മാറ്റി വെച്ചിരുന്നവരൊക്കെ പൊടി തട്ടിയെടുത്ത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ക്ലാസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നോട് പറയണം. അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ചാ, ബൈ ബൈ.